പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള ആസിഡ്, ബേസസ് ആൻഡ് സാൾട്ട്, അതിൻ്റെ പാർട്ട് 2 ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 1 ഓൾറെഡി ആസിഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ബേസസിനെ കുറിച്ചാണ്. സോ പേജ് നമ്പർ 124. You have studied the general properties of bases in previous classes, right? അല്ലേ? ഓൾറെഡി നിങ്ങൾ ആസിഡിൻ്റെയും ബേസിൻ്റെയും ഒക്കെ ജനറൽ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അതൊന്ന് ലിസ്റ്റ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ബേസസ്, ഒരു പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടേൺസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ. അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് നമുക്ക് അവിടെ കൊടുക്കാം, ഹാവ് എ ബിറ്റർ ടേസ്റ്റ്. അല്ലേ? അതായത് ബേസിന് എന്താണ്, ഒരു കയ്പ്പ് രുചിയാണ്. ആസിഡിന് സോർ ടേസ്റ്റ് ആണെങ്കിൽ ബേസിന് ബിറ്റർ ടേസ്റ്റ് ആണ്. ദെൻ ലെറ്റ് us ഡു ആൻ ആക്ടിവിറ്റി. ബേൺ എ വെൽ സ്ക്രബ്ഡ് ആൻഡ് ക്ലീൻഡ് മഗ്നീഷ്യം റിബൺ. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ. വാട്ട് വിൽ ബി ദ വൈറ്റ് പൗഡർ ഒബ്റ്റെയിൻഡ്. അതായത് ഒരു മഗ്നീഷ്യം റിബണ് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ബേൺ ചെയ്യാൻ, കത്തിക്കാനാണ് പറഞ്ഞത്. നമുക്കറിയാം ഓൾറെഡി ബേൺ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യാണ്. അപ്പോൾ മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് മഗ്നീഷ്യം ഓക്സൈഡാണ് ഫോം ചെയ്യുന്നത്. ആ ഒരു വൈറ്റ് പൗഡർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മഗ്നീഷ്യം ഓക്സൈഡ് ആയിരിക്കും. ടേക്ക് ദിസ് പ്രൊഡക്റ്റ് ഇൻ എ വാച്ച് ഗ്ലാസ് ആൻഡ് ആഡ് 2 or 3 drops ഓഫ് വാട്ടർ. ഈ മഗ്നീഷ്യം ഓക്സൈഡിലേക്ക് 2-3 ഡ്രോപ്പ് വാട്ടർ ആഡ് ചെയ്യാം. ഫൈൻഡ് ദ നാച്ചർ യൂസിങ് ലിറ്റ്മസ് പേപ്പർ. അപ്പോൾ അതിൻ്റെ നാച്ചർ നമ്മൾ ലിറ്റ്മസ് പേപ്പർ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് റെഡ് ലിറ്റ്മസ് ടേൺസ് ബ്ലൂ. അതായത് റെഡ് ലിറ്റ്മസ് വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ലിറ്റ്മസ് പേപ്പർ ബ്ലൂ കളറായിട്ട് മാറും. ദെൻ നോട്ട് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം ഓക്സൈഡ് MgO ആണ്, വാട്ടർ എന്ന് പറയുമ്പോൾ H2 ആണ്. സോ MgO + H2O ഗീവ്സ് MgOH ട്വൈസ്, അഥവാ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. മഗ്നീഷ്യം ഓക്സൈഡും വാട്ടറും റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡാണ് ഫോം ചെയ്യുന്നത്. ദെൻ ലെറ്റ്സ് ഡു അനദർ ആക്ടിവിറ്റി. ഇവിടെ ഒരു മറ്റൊരു ആക്ടിവിറ്റിയും കൂടെ പറയുന്നുണ്ട്, നോക്കാം. ആഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ക്യുക്ലൈം. അതായത് ക്യുക്ലൈം എന്ന് പറഞ്ഞാൽ കാൽസ്യം ഓക്സൈഡാണ്. ടു ദ വാട്ടർ ഇൻ എ ബീക്കർ ആൻഡ് സ്റ്റിർ. അതായത് ഒരു ബീക്കറിൽ എടുത്തിരിക്കുന്ന വാട്ടറിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് ക്യുക്ലൈം ആഡ് ചെയ്യുക. അത് നല്ലപോലെ ഇളക്കുക. ടേക്ക് എ ലിറ്റിൽ ക്ലിയർ സൊല്യൂഷൻ ഫ്രം ദ ബീക്കർ ഇൻ ടു എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ആഡ് എ ഡ്രോപ്പ് ഓഫ് റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ ടു ഇറ്റ്. അതായത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം കിട്ടുന്ന ഈ ക്ലിയർ വാട്ടറിൽ, മുകളിലുള്ള ആ ക്ലിയർ വാട്ടർ മറ്റൊരു ബീക്കർ ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റിയതിന് ശേഷം റെഡ് ലിറ്റ്മസ് വെച്ച് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. ദെൻ വാട്ട് ഡു യു ഒബ്സർവ്? ദ സൊല്യൂഷൻസ് ടേൺസ് ബ്ലൂ. ഇവിടെ നമ്മൾ ലിറ്റ്മസ് പേപ്പർ അല്ല, ലിറ്റ്മസ് സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ എന്തായിട്ട് മാറും? ബ്ലൂ ലിറ്റ്മസ് സൊല്യൂഷനായിട്ട് കളർ ചേഞ്ച് വരും. വാട്ട് ഡസ് ദ ലിറ്റ്മസ് ടെസ്റ്റ് ഷോ അബൌട്ട് ദ നാച്ചർ ഓഫ് ദി സബ്സ്റ്റൻസ്? ലിറ്റ്മസ് ടെസ്റ്റിൽ നിന്ന് നമുക്ക് ഈ സബ്സ്റ്റൻസിൻ്റെ നാച്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. എന്ത് നാച്ചറാണെന്നാണ് ചോദിക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്കറിയാം എന്താ, അതായത് ഇവിടെ എന്ത് ചെയ്യുന്നത്, റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുകയാണെങ്കിൽ ദ സബ്സ്റ്റൻസ് ഈസ് ബേസിക് ഇൻ നാച്ചർ. ഇത് ബേസിക് സബ്സ്റ്റൻസ് ആയിരിക്കും. Then what is the substance formed when calcium oxide react with water? Complete the chemical equation of the reaction. അതായത് കാൽസ്യം ഓക്സൈഡും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് കിട്ടുന്നത്. ആ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ CaO + H2O ഗീവ്സ് CaOH ട്വൈസ് ആയിരിക്കും അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ആർ കാൽസ്യം ഓക്സൈഡ് ആൻഡ് മഗ്നീഷ്യം ഓക്സൈഡ് മെറ്റൽ ഓക്സൈഡ് ഓർ നോൺ മെറ്റൽ ഓക്സൈഡ്? നമുക്കറിയാം കാൽസ്യം മഗ്നീഷ്യം ഒക്കെ മെറ്റൽസ് ആണ്. അപ്പോൾ ഇവ രണ്ടും മെറ്റൽ ഓക്സൈഡാണ്. മെറ്റൽ ഓക്സൈഡ് ജനറലി ഷോ ബേസിക് പ്രോപ്പർട്ടീസ്. അതായത് മെറ്റൽ ഓക്സൈഡ് നോർമലായിട്ട് ബേസിക് പ്രോപ്പർട്ടീസാണ് കാണിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു, നോൺ മെറ്റൽ ഓക്സൈഡ് ആസിഡ് നാച്ചറാണ് കാണിക്കുന്നതെങ്കിൽ മെറ്റൽ ഓക്സൈഡ് ബേസിക് നാച്ചറാണ് കാണിക്കുന്നത്. ആൽക്കലീസ് ആർ ബേസസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ. അല്ലേ? നിങ്ങൾ ഓൾറെഡി ബേസസ് എന്നോ ആൽക്കലി എന്നോ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആൽക്കലീസ് എന്ന് പറഞ്ഞാൽ ബേസസ് ആണ്. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ബേസിനാണ് നമ്മൾ എന്ത് പറയുക, ആൽക്കലി എന്ന് പറയാം. അതായത് എല്ലാ ബേസസും ആൽക്കലികളല്ല, വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ബേസിനാണ് നമ്മൾ എന്ത് പറയുക, ആൽക്കലീസ് എന്ന് പറയാം. ദെൻ ഒബ്സർവ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ് ഇൻ വാട്ടർ. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഈ കെമിക്കൽ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ NaOH ആണ്. അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സോഡിയം + Na+ അയോണും OH- അയോണും ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് OH- അയോൺ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സൈഡ് അയോൺ എന്ന് പറയും. കംപ്ലീറ്റ് ദ അയോണൈസേഷൻ ഇക്വേഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ്സ് ഇൻ വാട്ടർ. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ CaOH ട്വൈസ് ആണ്. ഇത് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ Ca2+ അയോണും
2OH മൈനസ് അയോണാണ് നമുക്ക് കിട്ടുന്നത്. വാട്ട് ഈസ് എ കോമൺ അയോൺ ലിബറേറ്റഡ് വെൻ ആൽക്കലീസ് ഡിസോൾവ്സ് ഇൻ വാട്ടർ? അപ്പോൾ ആൽക്കലി വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കോമൺ ആയിട്ടുള്ള അയോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ OH മൈനസ് അയോൺ ആയിരിക്കും. Alkalis are substances that can increase the concentration of hydroxide ion in aqueous solution. അഥവാ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോഴാണല്ലോ അക്വ സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ അക്വ സൊല്യൂഷനിൽ ഹൈഡ്രോക്സൈഡ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുന്ന അഥവാ OH മൈനസ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുന്ന സബ്സ്റ്റൻസിനാണ് നമ്മൾ ആൽക്കലീസ് എന്ന് പറയുന്നത്. Alkalis are substances that can increase the concentration of hydroxide ion in aqueous solution. Aqueous solutionൽ ഹൈഡ്രോക്സൈഡ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാൻ കഴിവുള്ള സബ്സ്റ്റൻസ് ആണ് ഇത് ആൽക്കലീസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ടേബിൾ 13.6. അതായത് ചില സബ്സ്റ്റൻസിൻ്റെ കോമൺ നെയിമും കെമിക്കൽ നെയിമും കൊടുത്തിട്ടുണ്ട്. അതായത് ചില ആൽക്കലീസിൻ്റെ കോമൺ നെയിമും കെമിക്കൽ നെയിമും. അതായത് കോമൺ നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് അല്ലേ എല്ലാവർക്കും ചില വീട്ടിൽ പറയുന്ന ഒരു പേരുണ്ടാവും, വീട്ടിൽ വിളിക്കുന്ന ഒരു പേരുണ്ടാവും, അല്ലാതൊരു പേരുണ്ടാവും. അപ്പോൾ ഇതേപോലെ വീട്ടിൽ വിളിക്കുന്ന പേര് പോലെയുള്ളതാണ് കോമൺ നെയിം എന്ന് പറയുന്നത്. കെമിക്കൽ നെയിം എന്ന് പറഞ്ഞാൽ സ്കൂളിലൊക്കെ വേറെ പേരുകളായിരിക്കുമല്ലോ ഓൾറെഡി ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത്. സോ കോമൺ നെയിം കാസ്റ്റിക് സോഡ, അതിൻ്റെ കെമിക്കൽ നെയിം എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അതിൻ്റെ കെമിക്കൽ ഫോമുല NaOH. ദെൻ മിൽക്ക് ഓഫ് ലൈം, മിൽക്ക് ഓഫ് ലൈമിൻ്റെ കെമിക്കൽ നെയിം കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അതിൻ്റെ കെമിക്കൽ ഫോമുല എന്ന് പറഞ്ഞാൽ CaOH ട്വൈസ് ആണ്. ദെൻ കാസ്റ്റിക് പൊട്ടാഷ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അതിൻ്റെ കെമിക്കൽ ഫോമുല എന്ന് പറഞ്ഞാൽ KOH ആണ്. ഈ ബോക്സ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്നാണ്. അതായത് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് +2 ക്ലാസ്സിലൊക്കെ +1 +2 എക്സ്പെരിമെൻ്റ് ആയിട്ട് ലാബിൽ ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കുന്നതെന്ന്. വാട്ട് ഹാപ്പൻസ് വെൻ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഡൈല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആർ മിക്സഡ്? അതായത് നമുക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആസിഡാണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ബേസാണ്. അപ്പോൾ ഈ ആസിഡും ബേസും മിക്സ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുന്നത് എന്നാണ് ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ എങ്ങനെ ഈ ആക്ടിവിറ്റി ചെയ്യാൻ നോക്കാം. ടേക്ക് 50 ml ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ എ ബ്യൂററ്റ്. ടേക്ക് 20 ml ഡൈല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഇൻ എ കോണിക്കൽ ഫ്ലാസ്ക് യൂസിങ് എ പിപ്പറ്റ്. ആഡ് 1 or 2 drops of phenolphthalein into it. അതായത് ഈ ഒരു എക്സ്പെരിമെൻറ്റ് പറയുന്നത് ഈ വലിയ ഈ നീളം കൂടിയ ഈ ട്യൂബിനാണ് നമ്മൾ ബ്യൂററ്റ് എന്ന് പറയുന്നത്. ആ ബ്യൂററ്റിൽ 50 ml ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാനാണ് പറയുന്നത്. അതേപോലെ കോണിക്കൽ ഫ്ലാസ്കിൽ 20 ml അല്ലേ 20 ml ഡൈല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡും എടുക്കുക. അതായത് നമ്മളൊരു പിപ്പറ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് എടുക്കുക. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് 1-2 ഡ്രോപ്പ് എന്ത് ചെയ്യണം, ഫിനോഫ്തലീൻ ആഡ് ചെയ്യണം. എന്താ ഈ ഫിനോഫ്തലീൻ എന്ന് പറഞ്ഞാലേ നമുക്കറിയാം, ഫിനോഫ്തലീൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്ററാണ്. ആ ഫിനോഫ്തലീന് നമ്മൾ ആസിഡിൽ കളറില്ല, ആൽക്കലിയിൽ അതിന് എന്തുണ്ടാവും, പിങ്ക് കളർ ഉണ്ടാവും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് കളർ ഡിഡ് ദ സൊല്യൂഷൻ ഗെറ്റ്? ഈ സൊല്യൂഷൻ ഏത് കളറായിരിക്കും? സൊല്യൂഷൻ പിങ്ക് കളറായിരിക്കും. ദ സൊല്യൂഷൻ ടേൺ പിങ്ക്. ദെൻ സ്ലോലി ആഡ് ഡൈല്യൂട്ട് HCl ടു ദ കോണിക്കൽ ഫ്ലാസ്ക്. അതായത് ഈ ബ്യൂററ്റിൽ നിന്ന് ഡൈല്യൂട്ട് HCl സ്ലോ ആയിട്ട് സാവധാനം എന്ത് ചെയ്യുക, കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്യുക. കീപ് സ്റ്റിറിങ് ദ സൊല്യൂഷൻ ഇൻ ദ കോണിക്കൽ ഫ്ലാസ്ക്. അതായത് ഈ HCl ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കോണിക്കൽ ഫ്ലാസ്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം, ഷേക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒബ്സർവ് ദ ചേഞ്ച് ഇൻ കളർ ഓഫ് ദ NaOH സൊല്യൂഷൻ. അതായത് ഇതിൻ്റെ കളറ് നമ്മൾ ആ കളർ ഡിഫറൻസ് നോക്കാൻ, കാരണം നമ്മൾ HClൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ കളറ് ഫെയ്ഡായി വരും. അല്ലെങ്കിൽ കളർ ഇങ്ങനെ കുറഞ്ഞ് വരിക ചെയ്യാം. വെൻ ദ കളർ ഫെയ്ഡ്സ് ആഡ് HCl ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആൻഡ് സ്റ്റിർ. അതായത് ഈ കളർ ഇങ്ങനെ ഡിമ്മായി വരുന്ന അല്ലെങ്കിൽ ഫെയ്ഡായി വരുന്ന ആ ടൈം മുതൽ എന്ത് ചെയ്യുക, HCl നമ്മൾ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. വെൻ ദ കളർ ഡിസപ്പിയേഴ്സ് കംപ്ലീറ്റ്ലി ഓൺ ആഡിങ് 1 drop ഓഫ് HCl സ്റ്റോപ്പ് ആഡിങ് ആസിഡ്. അതായത് നമ്മൾ ഒരു ഡ്രോപ്പ് HCl, അതായത് ഓരോ ഡ്രോപ്പ് ആയിട്ടാണല്ലോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ സിംഗിൾ ഡ്രോപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴാണോ ഈ കളർ ഡിസപ്പിയേഴ്സ് ആകുന്നത് ആ സമയത്ത് എന്ത് ചെയ്യുക, HCl ആഡ് ചെയ്യുന്നത് അവിടെ നിർത്തുക. ദെൻ അതിന് ശേഷം നമ്മൾ HCl ആഡ് ചെയ്യാൻ പാടില്ല. റെക്കോർഡ് ദി എമൗണ്ട് ഓഫ് HCl യൂസ്ഡ് ബൈ റീഡിങ് ദ ലെവൽ ഓഫ് ആസിഡ് ഇൻ ദ ബ്യൂററ്റ്. അപ്പോൾ ബ്യൂററ്റിൽ ഇപ്പോൾ ഉള്ള ആസിഡിൻ്റെ ലെവൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളത് 50 ml ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഇപ്പോൾ അവിടെ മാർക്കിംഗ് ഉണ്ടാവും ബ്യൂററ്റിൽ, ആ ലെവൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര എമൗണ്ട് ആസിഡ് നമുക്ക് യൂസ് ചെയ്തു എന്ന് കണ്ടെത്താൻ പറ്റും. വിച്ച് വാസ് ദ കളർ ഓഫ് NaOH സൊല്യൂഷൻ വെൻ ഫിനോഫ്തലീൻ വാസ് ആഡഡ്? അതായത് ഫിനോഫ്തലീൻ ആഡ് ചെയ്യുന്ന സമയത്ത് NaOH സൊല്യൂഷൻ്റെ കളർ ഏതായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കളറായിരിക്കും, പിങ്ക് കളറായിരിക്കും. വാട്ട് പ്രോപ്പർട്ടി ഓഫ് NaOH സൊല്യൂഷൻ ഡസ് ദിസ് ഇൻഡിക്കേറ്റ്? NaOH സൊല്യൂഷൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? NaOH സൊല്യൂഷൻ ഈസ് ബേസിക് ഇൻ നാച്ചർ. What can be understood from the fact that
ദ കളർ ഓഫ് ദ NaOH സൊല്യൂഷൻ ഡിക്രീസസ് ആസ് HCl ഈസ് ആഡഡ്. അതായത് HCl ആഡ് ചെയ്യുന്ന സമയത്ത് ഈ പിങ്ക് കളർ NaOHൻ്റെ കളറ് കുറഞ്ഞു വരുന്നതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് ആൽക്കലിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ബേസിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ആസിഡ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് നാച്ചർ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. സോ ദ ബേസിക് നാച്ചർ ഡിക്രീസസ്. വിൽ NaOH റിമെയിൻ ഇൻ ദ കോണിക്കൽ ഫ്ലാസ്ക് വെൻ ദ കളർ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ? അതായത് കളർ കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ NaOH ഉണ്ടാവുമോ എന്നാണ് ക്വസ്റ്റ്യൻ. നോ. അതായത് ഈ NaOH കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു, ആസിഡ് ഉപയോഗിച്ചിട്ട്, NaOH എന്ന് പറഞ്ഞൊരു ബേസാണ്, ഇതിലേക്ക് നമ്മൾ ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ബേസിക് നാച്ചർ കുറഞ്ഞ് പോയിട്ട് പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, ബേസിക് നാച്ചർ തീരെ ഇല്ലാതാവുകയാണ്. അല്ലെങ്കിൽ എന്തായിട്ട് മാറുക, ഈ ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് പുതിയൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്യുകയാണ്. അതിൻ്റെ പേരാണ് സാൾട്ട് എന്ന് പറയും. ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഇക്വേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു റിയാക്ഷനിൽ യൂസ് ചെയ്തത് NaOHും HClഉം ആണ്. അപ്പോൾ NaOHും HClഉം തമ്മിൽ റിയാക്ട് ചെയ്ത് NaCl അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാൾട്ടാണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിന് ആസിഡിൻ്റെ നാച്ചറും ഉണ്ടാവില്ല, ബേസിൻ്റെ നാച്ചറും ഉണ്ടാവില്ല. ആഡ് എ ലിറ്റിൽ NaOH ടു ദ സൊല്യൂഷൻ ദാറ്റ് ഹാസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് കളർ. അതായത് കളർ കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം അതിലേക്ക് കുറച്ച് NaOH ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഡു യു സീ? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഒബ്സർവേഷൻ? പിങ്ക് കളർ റീഅപ്പിയേഴ്സ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ആ ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ എന്തുണ്ട്, ഫിനോഫ്തലിൻ എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ ഉണ്ട്. അതിലേക്ക് നമ്മൾ NaOH ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, NaOH ഫിനോഫ്തലിൻ NaOHൽ അല്ലെങ്കിൽ ബേസിക് നാച്ചർ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, പിങ്ക് കളർ കാണിക്കും. ആഡ് ഡൈല്യൂട്ട് HCl ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ടു ഇറ്റ് എഗെയിൻ ആൻഡ് മിക്സ്. ഇതിലേക്ക് വീണ്ടും HCl ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? ദ പിങ്ക് കളർ ഡിസപ്പിയേഴ്സ്. അതായത് HCl ആഡ് ചെയ്ത സമയത്ത് എന്ത് ചെയ്യും, ബേസിക് നാച്ചർ ഇല്ലാതായി പിങ്ക് കളർ ഡിസപ്പിയർ ആവും. ദ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് ആൻ ആസിഡ് ആൻഡ് ബേസ് റിയാക്ട് ആൻഡ് ലോസ് ദെയർ പ്രോപ്പർട്ടീസ് ടു ഫോം വാട്ടർ ആൻഡ് സാൾട്ട് ഈസ് നോൺ ആസ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അഥവാ ഒരു ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്ത് രണ്ടിൻ്റെയും പ്രോപ്പർട്ടി ഇല്ലാതായി നമുക്ക് സാൾട്ടും വാട്ടറും ലഭിക്കുന്ന ആ ഒരു റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻ പറയുന്ന പേരാണെന്ത്, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ, നിർവീരീകരണം എന്ന് പറയും. ദെൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ സ്റ്റൊമക്ക് ഹെൽപ്പ് ഇൻ ദ ഡൈജഷൻ ഓഫ് ഫുഡ്. അല്ലേ, നമുക്കറിയാം, നിങ്ങൾക്ക് 9th ഡൈജഷൻ്റെ ചാപ്റ്ററിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമ്മളെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മളെ സ്റ്റൊമക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഡൈജഷനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇഫ് ദ ആസിഡ് കണ്ടൻറ്റ് ഈസ് ടു ഹൈ ഇറ്റ് ക്യാൻ കോസ് ഹേർട്ട് ബേൺ ആൻഡ് ഡൈജഷൻ. അതായത് നമ്മൾ ഈ ആസിഡിൻ്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ നമുക്ക് അസിഡിറ്റി എന്ന് പറഞ്ഞിട്ടില്ലേ, അതായത് ഗ്യാസിൻ്റെ അസുഖം പോലെയുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ആൻഡ് ഇൻഡൈജഷൻ, അപ്പോൾ ഇൻഡൈജഷനും കാരണമാവും. ആൻറ്റാസിഡ്സ് ആർ മെഡിസിൻ യൂസ് ടു റെഡ്യൂസ് ദ അസിഡിറ്റി ഇൻ ദ സ്റ്റൊമക്ക്. അപ്പോൾ നമ്മൾക്ക് ഈ ആസിഡിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻസിന് പറയുന്ന പേരാണെന്ത്, ആൻറ്റാസിഡ്സ് എന്നാണ് പറയാം. ഇത് യൂസ് ടു റെഡ്യൂസ് അസിഡിറ്റി ഇൻ ദ സ്റ്റൊമക്ക്. അപ്പോൾ സ്റ്റൊമക്കിൽ അസിഡിറ്റി കൂടുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്, അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളെ സ്റ്റൊമക്കിൽ അസിഡിറ്റി ഉണ്ടാവും. ആ അസിഡിറ്റി ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻസിന് പറയുന്ന പേരാണെന്ത്, ആൻറ്റാസിഡ്സ് എന്നാണ് പറയുക. കോമൺലി മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഓൾസോ നോൺ ആസ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ ഇസ് എ കോമൺലി യൂസ്ഡ് ആൻറ്റാസിഡ്. നമ്മൾ കോമൺ ആയിട്ട് ഒരു ആൻറ്റാസിഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഇത്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയും, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ pH വാല്യൂ. നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ pH വാല്യൂവിനെ കുറിച്ചൊക്കെ. The degree of acidic or basic nature of soil and other substances is determined by calculating their pH value. അതായത് ഈ സോയിലിൻ്റെ അതേപോലെ മറ്റ് സബ്സ്റ്റൻസിൻ്റെ അസിഡിക്കോ അല്ലെങ്കിൽ ബേസിക് നാച്ചറോ കണ്ടെത്താൻ വേണ്ടിയിട്ട്, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, pH വാല്യൂ. അപ്പോൾ pH വാല്യൂ നോക്കിയിട്ടാണ് ഒരു സബ്സ്റ്റൻസ് ആസിഡാണോ ബേസ് ആണോ അല്ലെങ്കിൽ ന്യൂട്രൽ ആണോ എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. The pH scale was developed by the Danish scientist Sorensen. സോറൻസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഡാനിഷ് സയൻറ്റിസ്റ്റാണ് എന്ത് ചെയ്തത്, ഈ pH സ്കെയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ദിസ് സ്കെയിൽ ഈസ് ബേസ്ഡ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ ഇൻ ദ സൊല്യൂഷൻ. സൊല്യൂഷനിലുള്ള H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ സ്കെയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സ്കെയിലിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് 1 to 14 വരെ നമ്പേഴ്സാണ് ഈ pH സ്കെയിൽ വാല്യൂസായിട്ട് കൊടുത്തിട്ടുള്ളത്. ദെൻ ഈ ഒരു ഫിഗർ നോക്കിയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കണ്ടെത്താൻ പറ്റും വാട്ട് ഈസ് ദ pH വാല്യൂ ഓഫ് എ ന്യൂട്രൽ സൊല്യൂഷൻ. ഒരു ന്യൂട്രൽ സൊല്യൂഷൻ്റെ pH വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ആയിരിക്കും. Then what characteristic do solution with a pH value greater than 7 show? അതായത് pH വാല്യൂ 7ൽ കൂടുതലാണെങ്കിൽ അത് ബേസിക് ആയിരിക്കും. Then what characteristic do solution with a pH value less than 7 show? pH വാല്യൂ 7ൽ കുറവുള്ള സബ്സ്റ്റൻസ് ഏത് ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും കാണിക്കുക, അല്ലെങ്കിൽ ഏത് സൊല്യൂഷൻസ് ആയിരിക്കും, ദേ ആർ ഇൻ അസിഡിക് സൊല്യൂഷൻ.
അതായത് നമ്മളിവിടെ കോമൺലി ഓർത്ത് വെക്കേണ്ടത് സോറൻസൺ എന്ന് പറഞ്ഞുള്ള ഒരു സയൻറ്റിസ്റ്റാണ് pH സ്കെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സ്കെയിൽ 1 to 14 വരെ ആയിരിക്കും നമ്പേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതായത് സെൻറ്ററിലുള്ള 7 എന്ന് പറഞ്ഞ നമ്പർ ന്യൂട്രൽ സൊല്യൂഷനെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ pH വാല്യൂ 7ലും കൂടുതലാണെങ്കിൽ അതിന് ബേസിക് നാച്ചുറും pH വാല്യൂ 7ൽ കുറവാണെങ്കിൽ ആ ഒരു സബ്സ്റ്റൻസ് അസിഡിക് നാച്ചുറും ആയിരിക്കും. You can use pH paper, pH solution or pH meter to find and compare the pH values of different solution. pH പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ pH പേപ്പർ നമ്മൾ ആ സബ്സ്റ്റൻസിൽ ആസിഡിലാണോ ആൽക്കലിയിലാണോ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ കളർ ചേഞ്ച് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഏത് ആസിഡാണോ ആൽക്കലിയാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ കളർ ചേഞ്ച് ഒരു കളർ ചാർട്ടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ. pH സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഒരു ഡ്രോപ്പ് pH സൊല്യൂഷൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ pH സൊല്യൂഷൻ ആസിഡിലോ ആൽക്കലിയിലോ നമ്മൾ ആ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് ആ സബ്സ്റ്റൻസിന് ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. ആ കളർ ചേഞ്ച് നോക്കിയിട്ട് ഇതിലുള്ള എന്ത് ചെയ്യുക, ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമുക്ക് ആ കളർ ചേഞ്ച് മനസ്സിലാക്കിയിട്ട് ആസിഡാണോ ആൽക്കലിയാണോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റും. അതേപോലെ pH മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ട്യൂബിലോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ pH മീറ്ററിൽ കറക്റ്റ് ഇതിൻ്റെ pH റീഡിങ് കാണിക്കും. അപ്പോൾ റീഡിങ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ 7ൽ കൂടുതൽ അല്ലെങ്കിൽ 7ൽ കുറവെന്നൊക്കെ വെച്ചിട്ട് നമുക്ക് ഏതാണ് ആസിഡോ ആൽക്കലിയോ നമുക്ക് കറക്റ്റ് കൺഫേം ചെയ്യാൻ പറ്റും. Dip the pH paper or add a drop of pH solution into the solution you want to check the pH. അല്ലേ, അതായത് നമുക്ക് ഏതിൻ്റെയാണോ pH ചെക്ക് ചെയ്യേണ്ടത് ആ ഒരു സൊല്യൂഷനിലേക്ക് ഒന്നുകിൽ pH പേപ്പർ ഡിപ്പ് ചെയ്യുക അല്ലെങ്കിൽ pH സൊല്യൂഷൻ ഒരു ഡ്രോപ്പോ 1-2 ഡ്രോപ്പ് ആഡ് ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, pH വാല്യൂ ചെക്ക് ചെയ്യാൻ പറ്റും. The color formed can be compared with the pH color chart to find the pH വാല്യൂ ഓഫ് ദ സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ pH വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് pH പേപ്പറിൽ അല്ലെങ്കിൽ അതിൻ്റെ കളർ ചാർട്ടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ദെൻ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ 13.7. ഫൈൻഡ് ദ pH വാല്യൂ ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസ് യൂസിങ് pH പേപ്പർ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അതായത് നെയിം ഓഫ് സബ്സ്റ്റൻസ്, pH വാല്യൂ, ദെൻ അസിഡിക്കും ബേസിക് ഓർ ന്യൂട്രൽ സബ്സ്റ്റൻസ് ആണോ എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ വാല്യൂ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എക്സാമിന് നിങ്ങൾ pHൻ്റെ വാല്യൂ കാണാതെ പഠിക്കണമെന്നില്ല. pH വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അസിഡിക് ആണോ ബേസിക് ആണോ അല്ലെങ്കിൽ ന്യൂട്രൽ ആണോ എന്ന് കണ്ടെത്താൻ അറിഞ്ഞാൽ മാത്രം മതി. സിമ്പിളല്ലേ. ആ 7 ആണെങ്കിൽ ന്യൂട്രലാണ്, 7ൽ കൂടുതലാണെങ്കിൽ ബേസിക് ആണ്, 7ൽ കുറവാണെങ്കിൽ അസിഡിക് നാച്ചുർ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് ആ ബോക്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പോകാം. ദെൻ ലെമൺ ജ്യൂസിന് pH വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. അപ്പോൾ 2 ആണെങ്കിൽ നമുക്കറിയാം അസിഡിക് ആയിരിക്കും. ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതിൻ്റെ pH വാല്യൂ 1 to 2 ആയിരിക്കും. ദെൻ ഇറ്റ് ഈസ് അസിഡിക് ഇൻ നാച്ചർ. ദെൻ വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടറിന് pH വാല്യൂ 7 ആണ്, സോ ഇറ്റ് ഈസ് ന്യൂട്രൽ. ദെൻ സോഡിയം കോമൺ സാൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ pH വാല്യൂ 7 ആണ്, സോ ഇറ്റ് ഈസ് ന്യൂട്രൽ. ദെൻ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ്റെ pH വാല്യൂ 13 to 14 ആണ്, സോ ഇതൊരു ബേസാണ്. സോപ്പ് സൊല്യൂഷൻ്റെ pH വാല്യൂ 9 to 10 ആണ്, സോ ഇതും ഒരു ബേസാണ്. ആസ് ദ pH വാല്യൂ ഇൻക്രീസസ് ഡസ് ഇറ്റ് ബിക്കംസ് മോർ അസിഡിക് ഓർ മോർ ബേസിക്. അപ്പോൾ pH വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതെന്തായിട്ട് മാറും, ബേസിക്കായിട്ട് മാറുക ചെയ്യുക. The pH of the soil is one of the factor that affect the proper growth of agricultural crops. അതായത് നമുക്ക് സോയിലിൻ്റെ pH ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു സോയിൽ അസിഡിക് നാച്ചുറാണോ ബേസിക് നാച്ചുറാണോ എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യുക, അസിഡിക് നാച്ചുറാണ് ആ സോയിൽ കൂടുതലെങ്കിൽ അതിലേക്ക് ബേസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അസിഡിറ്റി കുറയ്ക്കാൻ പറ്റും. ദെൻ ബേസിക് നാച്ചുറാണ് അതിന് കൂടുതലെങ്കിൽ ആസിഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ബേസിക് നാച്ചുറും കുറയ്ക്കാൻ പറ്റും. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ അതായത് ക്രോപ്സ് വിളവുകളൊക്കെ നല്ലപോലെ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ സോയിലിൻ്റെ pH ഒക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അസിഡിക് സോയിൽ ഈസ് സ്യൂട്ടബിൾ ഫോർ സം ക്രോപ്സ് വൈൽ ബേസിക് സോയിൽ ഈസ് സ്യൂട്ടബിൾ ഫോർ അതേഴ്സ്. അതായത് ചില സോയിൽ അല്ലെങ്കിൽ ചില ക്രോപ്സ് വിളവുകൾ നല്ലപോലെ ഉണ്ടാവണമെങ്കിൽ അത് സോയിൽ അസിഡിക് ആവണം, ചിലതിന് ബേസിക് സോയിലായിരിക്കും വേണ്ടത്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ചെക്കിംഗ് ദ pH ഓഫ് ദ സോയിൽ ഇൻ ആൻ ഏരിയ ടു ഡിറ്റർമിൻ വെദർ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചറൽ ക്രോപ്സ്. ഈ അഗ്രികൾച്ചറൽ ക്രോപ്പ് അല്ലെങ്കിൽ ഓരോ ക്രോപ്പിനും ഏത് വിളവാണ് ഏത് ടൈപ്പ് സോയിലാണ് വേണ്ടതെന്ന് അറിയണമെങ്കിൽ നമുക്ക് pH വാല്യൂ കറക്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. സ്ലേക്കഡ് ലൈം ഈസ് ആഡഡ് ടു റെഡ്യൂസ് ദ അസിഡിറ്റി ഓഫ് അസിഡിക് സോയിൽ. അതായത് സോയിൽ അസിഡിക് ആണെങ്കിൽ അസിഡിക് സോയിലിൻ്റെ അസിഡിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് എന്ത്, സ്ലേക്കഡ് ലൈം. അതായത് മണ്ണിൽ കുമ്മായം ചേർക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. Similarly, acidic substances such as ammonium sulfate and aluminum sulfate are added to the soil to reduce the basic nature of the soil.
ഒരു സബ്സ്റ്റൻസിന് ബേസിക് നാച്ചുറാണ് കൂടുതലെങ്കിൽ അതിൻ്റെ ആ ബേസിക് നാച്ചുർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം? അമോണിയം സൾഫേറ്റോ അല്ലെങ്കിൽ അലൂമിനിയം സൾഫേറ്റോ നമുക്ക് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ബേസിക് നാച്ചർ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലുള്ളത്. ഇനി നമുക്കൊരു ചെറിയ ടോപ്പിക്ക് കൂടെ, സാൾട്ട് കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചാപ്റ്റർ അത്രയും കൂടെ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.